ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഐ ആം ആകാശ്. ഇന്നൊരു ഡെയിലി ബ്ലോഗ് പോലെ ചെയ്യാമെന്ന് വെച്ചു. അപ്പം പറ്റാവുന്ന മൊത്തം കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ രാവിലെ എണീച്ചിട്ടുള്ളൂ. അപ്പം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പോലെ പല്ല് കഴിക്കണം, ഫുഡ് കഴിക്കണം. പല്ല് കഴിച്ചിട്ട് ഞാൻ വരുന്നു. വെറുതെ ഇരിക്കുന്നുണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പം എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഒരു വ്ളോഗ് എടുത്താളെന്ന് വെച്ചു. ഞായറാഴ്ച അല്ലേ. അപ്പം ഈ വ്ളോഗ് ഇന്നെൻ്റെ വരുമായിരിക്കും ചിലപ്പം. ഈ സൺഡേ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് വൈകുന്നേരം വരെ നടക്കുന്നതെല്ലാം ഞാൻ ഇട്ടിട്ട് വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്യാൻ പ്ലാനുള്ളത്. ഇനിയിപ്പം മാറുമോയെന്നൊന്നും അറിയില്ല. എൻ്റെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പം എണീച്ചിട്ടുള്ളൂ. വല്ലേക്കട്ടെ. ഓക്കെ, ബൈ. ഇതാണ് എൻ്റെ ഫുഡ്. അപ്പം ഫുഡിനെ പറ്റി കുടിക്കാൻ ചായ ഉണ്ട്. എനിക്ക് കാണാൻ ടി വിയിൽ 100% ലവ് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അപ്പം അതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ തോന്നുന്നത്. ഇപ്പം ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും അവിടെ കണ്ടുകൊണ്ട് തിന്നണം. അതിപ്പോൾ ഫോണായിക്കോട്ടെ, ഫോണിൽ റീലായിക്കോട്ടെ, അപ്പം ലാപ്പിൽ എന്തെങ്കിലും മൂവി ആയിക്കോട്ടെ, ടി വിയിൽ എന്തെങ്കിലും മൂവി ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും കണ്ടുകൊണ്ട് വേണം എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും എന്തോ ഇറങ്ങാത്ത പോലെയാണ്. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഞാനൊന്ന് ഫുഡ് കഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വരുന്നു. ഓക്കെ, ബൈ. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു അലവലാതി കയറി വന്നിട്ടുണ്ട്. ഇവളാരാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഏതോ എന്തിനാ വന്നേ? എന്ത് രണ്ടാം വീഡിയോ? രണ്ടാം വീട്ടിൽ അങ്ങനെ ഞാൻ വെച്ച് രണ്ടാമത് വീഡിയോ ഇങ്ങനെ വീഡിയോയിൽ കൂട്ടുന്നില്ല. ഇനി വീഡിയോയിൽ കൂട്ടുന്നില്ല. ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതാ. ഇത് ഇന്ന് വരാൻ പോകുന്ന ബ്ലോഗാണ്. ഇന്ന് വരാൻ പോകുന്ന ബ്ലോഗ് ഇത്. നോക്കിക്കോ, ഇന്ന് വരാൻ പോകുന്ന ബ്ലോഗ്. ഞാൻ ഈ ബ്ലോഗ് ഇടും. 100% ലവ് മൂവി ആണോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്ന? ശിവി അല്ലേടാ? ശിവി ഉണ്ടോ? അതെ, എക്സാം ആയിട്ടല്ലേ? എന്ത് സ്വഭാവല്ലേ? ഇട്ട് കൊടുക്കുന്നില്ല. ചെറിയ പിള്ളേരല്ല, എന്നാ എഴുതി വെച്ചാൽ ഇട്ട് കൊടുത്താ പോരെ? കിൻഡർ ജോയ് വാങ്ങിയിട്ടുണ്ട്. കഴിക്കുമ്പോഴാണോ? അത് നമുക്ക് ഒപ്പരം കഴിക്കാം. ഞാൻ കുറേ വാങ്ങിയിട്ട് കുറേയല്ല, ഒരാഴ്ച അച്ഛൻ ഫണ്ടിന്റെ കഴിച്ചെടുക്കാൻ പറ്റും. കുറേയായി ഒരു സാധനം തിന്നണമെന്ന് വിചാരിക്കുന്നു. അതെന്താണെന്ന് ഞാൻ മുമ്പേ അത് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. വേറൊന്നല്ല, കിൻഡർ ജോയ് ആണ്. ഇത് പീടിയെ കണ്ടപ്പോൾ ഞാനൊന്ന് വാങ്ങിയതാ. ഇത് അറിഞ്ഞിട്ടായി ഇവിടെ വന്നതെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഞാൻ ഒറ്റക്ക് തിന്ന് കാണിക്കാൻ ആ പൊളി. തന്നെ കാണുന്നില്ല, എന്നെ കാണുന്നില്ല. ഇതെല്ലാം പണ്ടത് എത്രയായി കഴിച്ചിട്ട് അറിയാം. ഞാൻ ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ. ഇപ്പൊ കണക്ക് കൂട്ടിയാൽ എത്രയുണ്ടാവും? എത്രയോ കൊല്ലായി. ഒരു 10 വർഷത്തിന് വരെ ആയിട്ടുണ്ടാവും ഞാൻ ഇത് കഴിച്ചിട്ട്. നോക്കിയാ ഇതിനെ മെല്ലെ കൂരിയ. ഇത് അലിയാണ് കേട്ടാ, അലിയാണ് അല്ലേ? കുറച്ച് ഞങ്ങൾ വെച്ചാലോ? നമുക്ക് ഫസ്റ്റ് ഈ സാധനം ഫുഡ് അവിടെ വെക്കാം. നമുക്ക് ഇതിനകത്ത് ടോയ്സ് എന്താ കിട്ടിക്കണം. ഇതെന്തായാലും ബോയ്സിന്റെ ടോയ്സ് ആണ്. ഇവർക്ക് തിന്നാൻ പറ്റുന്ന ഇത് ബോയ്സിന്റെ സാധനം. നീ കളറാണ്, റോസ് കളറാന്ന് കേട്ടു. അതിനൊക്കെ അറിയായിരിക്കുമല്ലോ അല്ലേ? വേണ്ട നറൂട്ടോ അല്ലേ? എന്താ ഇവക്കില്ലേ? ഇവളെ മെയിൻ എന്താ വെച്ചാൽ മറ്റേ ആനിമി സീരീസ് കാണല. കൊറേ ആനിമീസ് അല്ല, നറൂട്ടോയിൽ തന്നെ എത്ര വ്യത്യാസമുണ്ട്? 300. ഞാനും കാണുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ച് ബ്രേക്ക് ഇട്ടിട്ടുള്ള. അപ്പൊ ആനിമി ഫാൻസ് ഉണ്ടെങ്കിൽ താഴത്ത് #ആനിമി ഇട്ടോ. എന്താ കിട്ടോ? ഇൻസ്റ്റന്റ് എന്തല്ലോ വിയർ കൊണ്ടല്ലോ. അവിടെ ഇത് മറ്റേ ഇതല്ല, ആനിമീൻ്റെ പോലെ തന്നെയല്ലേ? ഇതൊരു കടക്കിൽ വെച്ചേ. ഇത് സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ പിക്കില്ലേ, ഈ പിക്ക് ഇതിനകത്ത് വെക്കണം. ഇല്ല, ഈ പിക്കിനകത്ത് വെക്കണം. എന്താ ഈ പിക്ക് ഇതിനകത്ത് ഒട്ടിക്കണോ? പിന്നെ കണ്ടോ ഒട്ടിക്കുന്ന ഇതിനകത്ത്.
എന്നിട്ട് ഈ സാധനം എൻ്റെ ഉണ്ടി ഇളക്കണോ? ഇത് പൊളിക്കാൻ പറ്റും. പൊളിക്കട്ടെ. ഇത് കുറച്ച് പണിയുള്ള കേസാണ്. അപ്പം നമ്മളൊന്ന് സെറ്റാക്കിയിട്ടിരിക്കുന്നത്. ലാസ്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ പറ്റും കാണിച്ചു തരാം. ഇത് ചെയ്യാൻ പറ്റും ദൈവത്തിനായി തമ്പുരാനറിയാം. പിന്നെ സംഭവം നീ ഒന്ന് ഇത് ചെയ്ത് കാണിച്ചേ. 5 മിനിറ്റിനോട് ചെയ്ത് കാണിക്കും. ഒട്ടിച്ച് ഇത് ഞാൻ പറഞ്ഞ ഇത് ഇതിനകത്ത് നോക്കി പറഞ്ഞു. ഇതല്ലേ ഞാൻ പറഞ്ഞ ഒട്ടിക്കണം. എന്നിട്ട് ഞാൻ വേണ്ടാന്ന്. ഞാൻ ഫസ്റ്റ് ഇതിനകത്ത് ഇങ്ങനെ ഒട്ടിക്കാൻ പറഞ്ഞത്. അതായത് ഇവിടെ പറഞ്ഞ ഇതൊന്നല്ല സംഭവം പറയാന്ന് നമുക്ക് തോന്നുന്നു. സംഭവം എന്താ അറിയാ, ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇത് മറ്റേ സോസ് പോലത്തെ കളിയില്ലേ, SOS. അപ്പം സോസ് തന്നെ അറിയാം. സോസ് തന്നെ അറിയാം, SOS. അപ്പം അത് ഇത് കണ്ട, ഇതിപ്പോ ഇങ്ങനെ നമ്മളിപ്പോ എക്സ് കണ്ട, ഇതിനകത്ത് കണ്ട XO എന്ന് മറ്റൊരു സാധനമുണ്ട്. ഇതിനകത്ത് O, ഇത് X ഇതോ, ഇത് X, ഇത് O. നമ്മളിങ്ങനെ വെച്ചിട്ട് കള്ളിയിൽ ഇങ്ങനെ വെക്കണം. ഒന്നേരത്ത് X 3X വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോയിന്റ് കിട്ടും. അതാണ് സംഭവം കളി. പക്ഷേ ഇതെന്തിനാ ഈ ഷൊണ്ണി എന്തിനാ തന്നേന്നറിയില്ല, വെറുതെ തന്നതെന്ന് തോന്നുന്നു. പണ്ടല്ലോ ഇല്ലേ, പണ്ടല്ല കാറ് അങ്ങനത്തെ സംഭവമല്ല കിട്ടല്ലേ, അതിങ്ങനെ ഓടിക്കുക, അത് ഭയങ്കര വൈബ്. ഞാൻ അങ്ങനത്തെ ഒന്നും കിട്ടുമെന്ന് വെച്ചിട്ടാണ് പിന്നെ വാങ്ങിയത്. പിന്നെ അതിൻ്റെ മണൻ്റെ മൂക്കിങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇനി അത് തിന്നാൻ തോന്നുന്നു. ഇത് ഇനിയാണ് മാറ്റിയൊക്കെ, ഇത് രസമില്ല കളി. ഇത് നമ്മൾ നോട്ട് ബുക്കിലെല്ലാം വരഞ്ഞ് കളിക്കുന്നത്. ഇത് വെറുതെ തരേണ്ട ആവശ്യമുണ്ടോ? അതല്ലേ അവിടെ ഞാൻ എടുക്കല് എൻ്റെ കണ്ണ് കയറ്റിയ പോളാപ്പടം മാന്താൻ നിൽക്കുന്നത്. ഈ ടേബിളെല്ലാം ഇന്ന് വൃത്തിയാക്കണം. ഭയങ്കര കച്ചറയായിട്ടുണ്ട്. ഭയങ്കര നല്ല ഒരു റൂം പണ്ട് നീറ്റ് കൊണ്ടു നടക്കുന്നത് ഞാനായിരുന്നു. കണ്ടോ ഇപ്പം എന്നല്ലോ ഞാൻ നീറ്റ് തന്നെ കൊണ്ടു നടക്കല്. അനക്ക് തോണ്ടിത്താ ക്യാമറ പിടിച്ചേ, പിടി അത് നീ തിന്നു. കാണുന്നുണ്ടോ? കാണാൻ വീണ കടക്കയിൽ ഓന് കടക്കയിൽ വീണൊന്നും പ്രശ്നമൊന്നുമല്ല. എന്താ മോനെ കൊറേ വർഷമായില്ലേ, അപ്പൊ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു ബ്ലർ പോലെ ഉണ്ടല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ബ്ലറാണ് കേട്ടോ. ക്യാമറ പിടിക്കാനില്ല ഗൈസ്. പോടാ, ഇതെന്റെ ഫോണെല്ലാം പോയി ഗൈസ്. ഐഫോൺ ബ്രോ. എടാ നീ മൊത്തത്തിൽ നടനായി, ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ വന്നിറക്കുമ്പോലെ സാറേ ഞാൻ ഒറ്റക്ക് തിന്നാന്ന് വെച്ചതാ. ഇപ്പൊ ഇങ്ങനെയായി അവസ്ഥ. എൻ്റെ ഒരു ഷോട്ട് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. എൻ്റെ ഒരു മീനുണ്ട് ഇതിൻ്റെ അകത്ത്. ആ മീൻ മരിച്ചുപോയി. ഇവർക്ക് ഞാനൊരു മീൻ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി കൊന്ന് മയൊക്കെ നോക്കണ്ട. വെള്ളം മാറ്റരുത് എന്നിട്ട് ഇടക്കിടക്ക് 24 മണിക്കൂർ വെള്ളം മാറ്റേണ്ട അവിടെ വേണം. അങ്ങനെ മീൻ അങ്ങനെ ഇടക്കിടക്ക് വെള്ളം മാറ്റാൻ പാടില്ല. 1 മാസത്തിൽ 2 മാസത്തിൽ ഇടയ്ക്ക് മാറ്റാൻ പാടുള്ളൂ. പക്ഷെ അൻ്റെയും എൻ്റെ മാറ്റിപ്പോയി. അപ്പോൾ എന്തോ ചെറിയ രോഗം വന്നിട്ട് അങ്ങ് മരിച്ചുപോയി. ജാവിസ് എന്ന് പേര്. ഞാൻ ഒരു മാർവൽ ഫാൻ ആയതുകൊണ്ടും ഇവളും ഒരു മാർവൽ ഫാൻ ആയതുകൊണ്ടും ഇവിടെ എൻ്റെ പേര് തന്നെ അൾട്രോൺ. എൻ്റെ മീൻ്റെ പേര് ജാവിസ്. ഫൈറ്റർ ഞാൻ വാങ്ങിയത്. ഇതിനകത്ത് തന്നെ ഇപ്പോൾ കുറേ പെട്ടിയുണ്ട് കേട്ടോ. വാച്ചിൻ്റെ പെട്ടിയുണ്ട്, പിന്നെ എൻ്റെ ബോട്ടിൻ്റെ എയർപോർട്ടുണ്ട്, പിന്നെ അങ്ങനെയുണ്ട്. എൻ്റെ കുറേ ചാർജേഴ്സ് ഉണ്ട്, പിന്നെ എൻ്റെ പേഴ്സ് ഉണ്ട്, പിന്നെ എൻ്റെ ചീർപ്പുണ്ട്, പിന്നെ എൻ്റെ ലാപ്പുണ്ട്. വാവ്, ASUSൻ്റെ ടഫ് F50 എന്ന് പറഞ്ഞിട്ട് ഒരു ലാപ്പുണ്ട്. ഇതിന് കുറച്ച് പണി കിട്ടിയിട്ടുണ്ട്, അത് ശരിയാക്കണം. പിന്നെ അതിൻ്റെ ബാഗാണിത്. പിന്നെ എൻ്റെ പണ്ട് ഞാൻ യൂട്യൂബിൽ യൂസ് ചെയ്ത മൈക്കാണ് കേട്ടോ ഇത്. ഈ മൈക്കിൽ നിന്ന് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു മൈക്ക് ഉണ്ടെങ്കിലോ കാണണ്ടേ. ആ മൈക്കിൻ്റെ കവറുണ്ട്, പക്ഷെ മൈക്ക് കാണുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇങ്ങനത്തെ ഒരു മാക്കിൻ്റെ മൈക്ക്, അത് മൈക്ക് കാണുന്നില്ല. പിന്നെ ഇതെന്താ എൻ്റെ പണ്ടത്തെ യൂസ് ചെയ്ത ഫോണാട്ടെ ഇത് അച്ഛൻ്റെ ഫോണാണ് ഇത്. അല്ല, ഈ സ്വിച്ച് ഫോൺ അമ്മേൻ്റെ രണ്ടും. എന്നിട്ടിപ്പോൾ അമ്മ അപ്പം ടച്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. കുറേ സംശയങ്ങളെല്ലാം എന്നോട് ചോദിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞൊക്കെ സമയമില്ല. ഇതെന്താ
തിന്ന സാധനം കൊണ്ടേ ചാടണം, അല്ലാണ്ട് ഉറുമ്പ് വരും കേട്ടോ. പിന്നെ വിക്സിൻ്റെ ഇതാ എൻ്റെ എയർപോർട്ട് ഇതാ ഇതാണ് സാധനം, കിട്ടില്ല സാധനം കേട്ടോ ബോട്ടിനെ. എൻ്റെ മൈക്ക് കാണുന്നില്ലല്ലോ. എൻ്റെ വാച്ച് ബോട്ടിൻ്റെ മറ്റേ ബോൾട്ടിൻ്റെ വാച്ചാണ് ഇത് പോയിപ്പോയി. ഇതാകെ 1 വർഷം എത്തിയിട്ടുള്ളൂ. ഇതൊന്നും സംഭവം ഒന്നും അറിയില്ല, പെട്ടെന്ന് ഡിസ്പ്ലേ അടിച്ചു പോയി. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. എനിക്ക് പരിചയപ്പെട്ട് ഞാൻ ഇത് വാങ്ങിയതിന് ശേഷമാണ് ഇതിനെപ്പറ്റി അറിയുന്നത്. അതിനകത്ത് ഈ ബാറ്റിൽ അടിച്ചു പോകുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ആയിട്ട് തന്നെ വാങ്ങൂലായിരുന്നു. എൻ്റെ മൈക്ക് കാണുന്നില്ല, അതാണ് മൈക്കിൻ്റെ കവറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈക്ക് എടുത്തു. ഇതാണ് മൈക്ക്. ഈ മൈക്കിൻ്റെ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടണമെന്ന് വെച്ചതാണ്, പിന്നെ വെച്ച് വേണ്ട. അത്യാവശ്യം എൻ്റെ ഫസ്റ്റത്തെ ഒരു വ്ളോഗ് ഉണ്ടല്ലേ, വെളപ്പരം നിന്നിട്ടുള്ള വ്ളോഗ്, ഒരു IQ ടെസ്റ്റിൻ്റെ, അതിനകത്ത് ഈ മൈക്കാണ് വെച്ചത്. അതിനകത്താണെങ്കിൽ മൈക്ക് ഓണാക്കിയിട്ടില്ല, എൻ്റെ മൈക്കിലെല്ലാം വന്ന്. ഇതിൻ്റെ കണക്ടറാണ് 2 മൈക്ക് ഇടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചാർജ് കിടുന്നെന്ന് തോന്നുന്നു, അതാണ് വേറെ കാര്യം, അതാണ് വാസ്തവം. ഈ ടെഡി ബിയർ ആരോ ഗിഫ്റ്റ് വന്നതാണ്. പിന്നെ അമ്മേൻ്റെ കളക്ഷൻസാണ് ഇത്, മൊത്തം CDs, മൊത്തം സിനിമകളാണ്, പണ്ടത്തെ സിനിമകൾ. പിന്നെ ഇതാ എൻ്റെ ആദ്യത്തെ ഫോണിൻ്റെ കവറുണ്ട്, ഇപ്പം അമ്മേൻ്റെ ഫോണിൻ്റെ കവറുണ്ട്. എല്ലാത്തിനും കവർ ഞാൻ ഇടയ്ക്ക് വെക്കും. പിന്നെ ഇതാ നോക്കിയേൻ്റെ കവറാണ് കേട്ടോ, നോക്കിയേൻ്റെ ബ്ലാക്ക് ഫോണിൻ്റെ ഫസ്റ്റ് കാണിച്ചത്. പിന്നെ ഐഫോണിൻ്റെ കവർ, ഐഫോണിൻ്റെ കവർ എല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് മാറ്റണം. അവിടെ പൊട്ടത്തി അത് റൂം സ്പ്രേ അത് അവിടെ തടിച്ച് എന്തോ ഇതേതാ ചാത്തൻ സ്പീക്കറാന്ന് തോന്നുന്നത്. ഞാൻ പണ്ട് എൻ്റെ ഏച്ചിക്ക് അതായത് എൻ്റെ മൂത്തൊരു ഏച്ചിക്ക് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത സ്പീക്കറാണ്. അവള് പറഞ്ഞു ചെറിയ കയ്യിൽ ഒതുങ്ങുന്ന സ്പീക്കർ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഈ മറ്റേ വടി പോലത്തെ ഒരു സ്പീക്കർ വാങ്ങിക്കൊടുത്തു. അത് വേറൊരു വൈബായിരുന്നു. എന്നുവെച്ചാൽ ഈ സ്പീക്കർ ഇപ്പോൾ ഓൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാനതങ്ങ് എടുത്തു. ഇപ്പം ഞാൻ ഇടയ്ക്ക് സിനിമയെല്ലാം കാണുമ്പോൾ ലാപ്പ് കണക്ട് ചെയ്ത്, സ്പീക്കറിൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി അതായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പേ, ഈ എയർപോർട്ട് വാങ്ങുന്നതിന് മുമ്പേ ഞാൻ അതിൻ്റെ അകത്താണ് വെക്കൽ. നമ്മൾ പിന്നെ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് കുറേ ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു വീഡിയോ ഇല്ലേ ഇൻസ്റ്റാഗ്രാമിൽ, ആ വീഡിയോ എടുക്കുന്നതായിരുന്നു. ആ വീഡിയോ എടുത്തിനായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് ഫോൺ വല്ലാണ്ട് ചൂടായിപ്പോയി. അപ്പം നമ്മൾ ചൂടായിപ്പോയി. അപ്പോൾ അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടി എടുത്തിട്ട് സാധനം വാങ്ങാൻ പോയിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പം എഡിറ്റ് ചെയ്യണം. ഇന്ന് വൈകുന്നേരം അങ്ങനെ ആകുമ്പോൾ ഷോർട്സ് ആയിട്ട് വരുമായിരിക്കും. ഈ ലോങ് വീഡിയോ അപ്പോൾ വരിക ഒരു ഐഡിയ ഇല്ല. ഫോണിൽ ചാർജ് വല്ലാണ്ട് കുറയണം. അയ്യോ, അപ്പം ഫോണിൽ ചാർജ് വല്ലാണ്ട് ഇപ്പോൾ കുറയുന്നുണ്ട്. സവനപ്പ് വാങ്ങാൻ പോയ ആൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. സാധനം കിട്ടീനാ എടുത്തു, കാണുന്നില്ലല്ലോ, എടുത്തു ഇവിടെ എത്തിയിട്ടുണ്ട്. ഓട്ടിയാ അത് നീ വെച്ചോ. അത് സാധനപ്പം ഇങ്ങനെ നല്ലോണം കൂലിക്കുക, എന്നിട്ട് തുറക്കും. എന്താ അത് കുലുക്കി തുറക്ക്, പുറത്താക്കി തുറക്ക്, തെറിക്കുന്ന കാലം. ഇവിടെ വീട്ടത്ത് വെച്ച് തുറന്നാ അത്രടാ വേസ്റ്റ് ആയേ. മണ്ടത്തരല്ല, എനിക്കറിയില്ല. ചേക്കൊക്കെ ഞാൻ തുറക്കുമ്പോൾ പോയി പോകുന്നു. കുടി അയ്യോ തണുപ്പുണ്ടോ? കൊറേ സാധനം പിടിച്ചിട്ട് അപ്പം ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുന്ന. ചെറിയ മിനിറ്റുള്ള വീഡിയോ എടുക്കണമെന്ന് വെച്ചതാ. പക്ഷെ പോയി ലാസ്റ്റ് ഇപ്പോൾ എത്രയായി, 14 മിനിറ്റായിട്ടായി തോന്നുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പം അവൾ നേരത്തെ കുറച്ച് മുമ്പേ പോയി. അപ്പം ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടുവന്ന വീഡിയോ പിന്നെ നമ്മുടെ അടുത്ത റീലിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഡോക്ടർ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത്. അപ്പം വ്ളോഗെല്ലാം ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിരിക്കുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്ത് വെക്കുക. അപ്പം ഞാൻ കുറച്ച് ഉറങ്ങട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.